അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ കേക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് 1/4 കപ്പ് മൈദപ്പൊടി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും, ഒരു നുള്ളു ബേക്കിംഗ് സോഡയും പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ അതായത് ഇവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം എടുക്കുക. അതിലോട്ട് 1/4 കപ്പ് പൗഡേർഡ് ഷുഗറും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക, നല്ല സ്റ്റിഫ് പീക്കാവുന്ന വരെ. പിന്നെ എഗ് യോക്കും വനില എസൻസും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതൊരു ബേക്കിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ ബേക്കിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് വേവിക്കാനായിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേവിക്കാം. ഈ ഒരു പാത്രത്തിൽ 1/4 കപ്പ് പാലും 1/4 കപ്പ് ഫ്രഷ് ക്രീമും ആഡ് ചെയ്യുക. പിന്നെ ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇപ്പോൾ നമ്മളെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറേ പ്രാവശ്യം എന്തൊക്കെയൊന്ന് കുത്തി നോക്കിയിട്ടാണ് ഈ ഒരു പരിവായത്. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിൽക്കിൻ്റെയൊക്കെ മിക്സിലെ അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഫോർക്ക് കൊണ്ട് കുത്തിയിട്ട് ഒന്നുകൂടി നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ, എന്നാലേ ഉള്ളിലോട്ടൊക്കെ എത്തുള്ളൂ. ഞാനിതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇവിടെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് സ്ട്രോബെറീൻ്റെ പീസസ് ഇതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല തണുത്തിട്ട് വേണം നമ്മളിത് കഴിക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ രീതിയിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്